നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ഥ, ഇന്നിപ്പോൾ രാവിലെ നമ്മൾ കണ്ട വാർത്തകളെല്ലാം ഭാസ്കര കാർണവർ കൊലക്കേസിലെ പ്രതിയായിരുന്ന ഷെറിൻ ജയിൽ മോചിതയായ വിവരങ്ങളാണ്. പക്ഷേ ഈ ഷെറിനെ ജയിൽ മോചിതയാക്കാനുള്ള കാര്യം പരിഗണനയിലുള്ളപ്പോൾ തന്നെ വേറെ ചർച്ചയായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സംശയം, ഷെറിൻ 14 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞതാണ്, ജയിൽവാസം പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ അവരെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആൾക്കാരെ പരിഗണിക്കാറുണ്ട്. അപ്പോൾ ഇവരുടെ വിഷയം എന്തുകൊണ്ടാണ് ഇത്രയേറെ ചർച്ചയായിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ വീണ്ടും സർക്കാർ ചെലവിൽ ജയിലിലിട്ട് തീറ്റിപ്പോറ്റാതിരിക്കുന്നതല്ലേ ശരിക്കും നല്ലത്? സാധാരണഗതിക്ക് നമ്മുടെ സമൂഹത്തിന് കൃത്യമായി നമ്മുടെ നിയമവ്യവസ്ഥയെ പറ്റി വലിയ ധാരണയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഇന്നലെ ഞാൻ കണ്ട ഒരു സിനിമയിൽ JSK എന്ന് പറയുന്ന സിനിമയിൽ സുരേഷ് ഗോപി ഒരു കാര്യം പറയുന്നുണ്ട്. സിനിമ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ നാട്ടിൽ നമുക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ അവകാശങ്ങളും എഴുതി വെച്ച ഒരു പുസ്തകം, ഇന്ത്യൻ ഭരണഘടന ഇവിടെ ഉണ്ട്. ആ ഒരു കൊച്ചു പുസ്തകം എത്ര പേരുടെ കയ്യിലുണ്ട്, എത്ര പേരത് പഠിച്ചിട്ടുണ്ട്? വക്കീലൊന്നും വേണ്ട, നോർമലി നമ്മുടെ അവകാശങ്ങളെ പറ്റി എത്ര പേർ പഠിച്ചിട്ടുണ്ട്? ഉണ്ടാവില്ല. അതാരും പ്രോത്സാഹിപ്പിക്കുകയില്ല. അല്ല, നമ്മുടെ പാഠ്യപദ്ധതിയിൽ പോലും അതിന് അത്രയധികം പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് രാഷ്ട്രീയക്കാരും മറ്റ് മേലാളന്മാരും ഒന്നും ജനങ്ങൾക്ക് മുമ്പിൽ തൊഴുകൈയോടെ നിൽക്കേണ്ടി വന്നേനെ എന്ന് പറയുന്നുണ്ട്. അതിൽ സത്യമാണത്. ഇത് കേട്ടിട്ടും എത്ര പേർക്ക് ബോധം വരും എന്നുള്ളത് വേറെയാണ്, അതും പോട്ടെ. അപ്പോൾ അതുപോലെയാണ് ഈ ഒരു സംഭവം. കാരണം ഷെറിൻ ഭാസ്കര കാർണവർ വധക്കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്നു. ജീവപര്യന്തമാണ് ശിക്ഷ വിധിച്ചത്. അതിക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതത്തെ മോടി പിടിപ്പിക്കാനും തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കാനും ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ആ എന്താണ് ഈ പറയുന്ന ശാരീരികവും മാനസികവുമായി വെല്ലുവിളി നേരിടുന്ന ഭർത്താവിനോടും കുഞ്ഞിനോട് പോലും അവരെന്ത് കാണിച്ചിട്ടില്ല? നീതി പുലർത്തിയിട്ടില്ല. അങ്ങനെ ഒരാൾ വഴിവിട്ട ബന്ധം എന്നൊക്കെ പറയുന്നത് അവരുടെ ഇഷ്ടം. ഞാൻ അതിലൊന്നും പറയാൻ പോകുന്നത്, അതൊക്കെ ഓരോ ആളുകളുടെ ഇഷ്ടമാണ്. പക്ഷേ അതിലേക്കൂടെ അപ്പുറത്തേക്ക് ഞാനും ചോദിക്കട്ടെ, വഴിവിട്ട ബന്ധത്തിന് അത് അവരവരുടെ ഇഷ്ടം എന്ന് പറയാൻ കഴിയുമോ? ഒരു കുടുംബം എന്നൊരു ചട്ടക്കൂടിൽ കഴിയുമ്പോൾ അങ്ങനെ അവരവരുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കാൻ കഴിയുമോ? അല്ല, ഇതിപ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയൊക്കെ അനുസരിച്ച് വ്യക്തികൾക്കാണ് പ്രാധാന്യം. ഈ പറയുന്ന കുടുംബം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ ഒരു എന്താണ്, ഈ നമ്മൾ കാലാകാലങ്ങളായി പറഞ്ഞു വരുന്ന ഒരു സദാചാര സിസ്റ്റത്തിന്റെ പൊതുബോധം മാത്രമാണ് എന്നാണ് കോടതി പറയുന്നത്. ഷെറിന് പുറത്തു പോകണമായിരുന്നെങ്കിൽ അതെല്ലാം നിയമപരമായി ഉപേക്ഷിച്ച ശേഷം അവൾക്ക്, ഷെറിനെന്നല്ല ഏതൊരു വ്യക്തിക്കായാലും, അങ്ങനെ അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുത്തു അത് ഉപേക്ഷിച്ച് പോകാമല്ലോ. ഇപ്പം ഞാൻ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം ചെയ്യാൻ കഴിയുമോ? തീർച്ചയായിട്ടും. അല്ല, അതാണ് അതിന്റെ ന്യായം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താ ചെയ്തത്? ഇവർ പുറത്തു പോകുന്നതോ മറ്റു സുഹൃത്തുക്കളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടാകുന്നതോ എന്നൊക്കെ അപ്പുറത്തേക്ക് ഈ മനുഷ്യനെ മര്യാദയ്ക്ക് നോക്കുകയോ നോക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായി വളരെ വീക്കായ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് മര്യാദയ്ക്ക് വെള്ളം പോലും കൊടുക്കുന്നില്ല എന്നാണ് നമ്മൾ അറിഞ്ഞ കാര്യം. ആ കുഞ്ഞിൻ്റെ കാര്യം ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അവരെപ്പോഴും എന്താണ് അവരുടെ സുഹൃത്തുക്കളോടൊപ്പം അടിച്ചു പൊളിക്കാനും ആ പണം എങ്ങനെ ചെലവഴിക്കാം, ആ പണം കാണുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ വരും. അപ്പോൾ ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെതിരെ നിന്നുകൊണ്ട് മാത്രമാണ് ആ ഒരു വലിയ മനുഷ്യനെ എന്ത് ചെയ്തത്? കൊന്നുകളഞ്ഞത്. അങ്ങനെ കൊന്നുകളഞ്ഞ ഒരു സ്ത്രീ എത്രമാത്രം ഒരു സീരിയൽ നടനുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ചില ബന്ധങ്ങൾ ഉണ്ടായതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങൾ ആ സമയത്ത് തന്നെ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇത് സത്യത്തിൽ വലിയ വിവാദമായുള്ള കാരണം എന്ന് പറയുന്നത് ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ടും ഇടത് മന്ത്രിസഭയിലെ മറ്റൊരു മന്ത്രിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഇവരുടെ ബന്ധമാണ്. ഒപ്പം ജയിൽ DIG ആയിട്ടിരുന്ന ഒരു പ്രദീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ വഴിവിട്ട ബന്ധങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ ചർച്ചയായി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എന്താക്കുന്നത്, ഈ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ ഉൾപ്പെടെ അതുപോലെ തന്നെ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ പ്രാധാന്യത്തോടു കൂടി ഇത് കൊടുക്കുന്നത്. ഇതിന് വേറൊരു മാനം കൂടിയുണ്ട്. അതായത് ഇത്രമേൽ വലിയൊരു ക്രൂരകൃത്യം ചെയ്ത ഒരാളെ എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് ജയിൽ മോചിതയാക്കുന്നത് എന്നൊരു ചോദ്യം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ജീവപര്യന്തമാണ് ശിക്ഷ വിധിച്ചത്. ജീവപര്യന്തം ശിക്ഷ വിധിച്ച ആളുകൾക്ക് 14 വർഷം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ അവരെ ശിക്ഷാ ഇളവിന് പരിഗണിക്കാം എന്നതാണ് നമ്മുടെ നിയമം. ആ പരിഗണിക്കുന്നതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. നല്ല നടപ്പ് എന്നൊരു വാക്കുണ്ട് അവിടെ. പക്ഷേ ഈ ഒരു നൈജീരിയൻ യുവതി കെനി സിംപോയു ജൂലിയെ മർദ്ദിച്ചതിന് ഷെറിന്റെ പേരിൽ കേസ് ഉണ്ടായിരുന്നു ജയിലിനുള്ളിൽ. അപ്പോൾ അവർ നല്ല നടപ്പുകാരിയാണ് എന്നുള്ളതിന് ഇതിൽ പരം തെളിവ് വേണോ? അല്ല, അത് മാത്രമായിരുന്നില്ല അവരുടെ പേരിലെ കേസ്. ജയിലിൽ അവർ വലിയ പ്രയാസം സൃഷ്ടിച്ചിരുന്നു. ആളുകൾക്ക് പ്രയാസം, ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അവരുടെ ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റമായിരുന്നു. അവർക്ക് തുണി അലക്കി കൊടുക്കാൻ വരെ തടവുകാരെ നിയമിച്ചിരുന്നു. അവർക്ക് ആ ജയിലിനുള്ളിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ജയിലിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് സമയം വെയിൽ കൊണ്ടാൽ ഇവരുടെ സ്കിന്നിന് ടാൻ അടിക്കും എന്നുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവർക്ക് മാത്രം കൊട അനുവദിച്ചിരുന്നു. കൊടി
കൊടിസുനിക്ക്, അതായത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതിയായിട്ടുള്ള ആ സംഘം, ഷാഫി, കൊടിസുനി, ആ സംഘത്തിന് എത്രമാത്രം പരോൾ, ജീവിതത്തിൽ പരോൾ കിട്ടാത്ത രീതിയിലുള്ള പരോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതല്ലാതെ ഒരു രാഷ്ട്രീയ കേസിലല്ലാതെ മറ്റൊരു കേസിൽ അകത്ത് കിടന്ന ഒരു കൊലക്കേസ് പ്രതിക്ക് പരോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഷെറിന് മാത്രമാണ്. 500 ദിവസത്തെ. അതെ, 500 ദിവസത്തെ പരോൾ. ആലോചിക്കണം, ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഒരു പരോൾ കിട്ടുമോ? ഇവിടെ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നതിന് എറിഞ്ഞിട്ട് പിടിച്ച് അവന് ഫൈനാക്കി അവൻ്റെ വണ്ടി അടക്കം എടുത്തുകൊണ്ട് പോകാൻ പറ്റുമെന്ന് നോക്കുന്ന പോലീസാണ് ഈ പറഞ്ഞ 500 ദിവസത്തെ പരോൾ അനുവദിച്ചത്. ആരാണ് ഇതിന്റെ പുറകിലുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. പോലീസിനെ അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കും ഉണ്ട് ടാർഗറ്റ്. ഇല്ലേ, ഇപ്പൊ ബാങ്കിലുള്ള ജീവനക്കാർക്ക് ഇത്ര അക്കൗണ്ട് വേണം, ഇത്ര അവർക്ക് ഓരോ ടാർഗറ്റ് ഉണ്ട്, അവരതിനുവേണ്ടി മരിച്ച് പണിയെടുക്കുന്നില്ലേ? അതുപോലെ പോലീസ് പാവങ്ങളാണ്. പോലീസിനും ഉന്നത തലത്തിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയരായി മാത്രമേ പാവം പോലീസുകാർക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. തീർച്ചയായിട്ടും ഞാൻ പിന്നെ പോലീസുകാരെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ, പോലീസ് സിസ്റ്റത്തെയാണ് ഉദ്ദേശിച്ചത്. പോലീസിന്റെ സിസ്റ്റത്തിൽ പിന്നെ ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന ആളുകൾക്ക് നാവില്ലാത്തത് കൊണ്ടും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടുമാണല്ലോ ഈ അടിമപ്പണി എടുക്കേണ്ടി വരുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ ജയിലിൽ എല്ലാവിധ സൗകര്യങ്ങളും കിട്ടുന്നു, ജയിലിൽ പ്രത്യേക ഭക്ഷണം കിട്ടുന്നു. ഷെറിന് ഈ ജയിലിൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ പിന്നെ ജയിലിലെ ചില പ്രധാന മേലുദ്യോഗസ്ഥന്മാർ അവിടെ വരുന്നു, ഷെറിനെയും കൂട്ടി പുറത്തേക്ക് പോകുന്നു. 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ വരുന്നത്. വരുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ നിറയെ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, ആ സ്വീറ്റ്സ് ഉണ്ടായിരിക്കും, മറ്റു കാര്യങ്ങളുണ്ടായിരിക്കും, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് അവിടെയെങ്കിൽ ഇവർ ജയിൽ മോചിതയാകുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പം എന്തായാലും കഴിഞ്ഞ തവണ എന്തോ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണത്തിന് അധ്യാപകർ കാശ് കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വന്ന കമൻറ്റ് ഒരു ട്രോളാണ്. അപ്പോൾ ഈ ജയിലിലുള്ളവർക്ക് ആരാണ് പൈസ കണ്ടെത്തേണ്ടത് ആ ഭക്ഷണത്തിന്? അപ്പോൾ അത് നമ്മുടെ കാശ് തന്നെയല്ലേ ഈ ജയിലിലുള്ളവർക്ക് കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നതല്ല. അപ്പം ഷെറിൻ പുറത്തു പോകട്ടെ, ഷെറിൻ അവിടെ ഇരുന്നും ഈ ജീവിതമാണ് ഷെറിൻ അനുഭവിക്കുന്നതെങ്കിൽ എന്തിനാണ് നമ്മുടെ കാശ് കൊണ്ട് ഷെറിനെ അവിടെ തീറ്റിപ്പോറ്റുന്നത്? പുറത്തു പോയി ഷെറിൻ അധ്വാനിച്ച് ഏത് രീതിയിലല്ലേ ഷെറിൻ അധ്വാനിച്ച് ജീവിച്ചോട്ടെ, അതല്ലേ നല്ലത്? അല്ല, തീർച്ചയായിട്ടും ഒരു തരത്തിൽ നോക്കി അത് തന്നെയാണ് നല്ലത്. നമ്മുടെ നീതിപ്പണത്തിൽ നിന്ന് പോകുന്നില്ലല്ലോ. വെറുതെ എന്തിനു ഷെറിനെ തീറ്റിപ്പോറ്റും? ഈ കുഞ്ഞു മക്കളുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള പരിഗണന കൊടുക്കില്ല. പകരം ജയിലിലുള്ള കുറ്റവാളികൾക്കാണ് നമ്മൾ പരിഗണന കൊടുക്കുന്നത്. അതിന് അവരെ മാക്സിമം വേറൊരു കാര്യം കൂടെ ഉണ്ട്, പ്രൊബേഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട് ജയിലിനകത്ത്. ഞാൻ പ്രൊബേഷനിൽ ഈ കൗൺസിലറായിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ജയിലിനകത്ത് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരെ പുതിയ കുറ്റവാളികളായി അവർ മാറാതിരിക്കുക, അവിടുത്തെ സഹവാസം കൊണ്ട് അവർ ക്രിമിനൽ വാസന ഉള്ളവരായി മാറാതിരിക്കുക, എന്തെങ്കിലും അബദ്ധം കൊണ്ടൊക്കെ കുറ്റം ചെയ്ത ആളുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നൊക്കെയാണ്. പക്ഷേ നമ്മുടെ ജയിലിനകത്ത് എന്താണ് നടക്കുന്നത്? കൃത്യമായി കൗൺസിലിങ്ങുകൾ പോലും അവിടെ കൊടുക്കപ്പെടുന്നില്ല. ഈ പുറത്തിറങ്ങിയ പ്രതികൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കുന്നില്ല. ഇവർക്ക് കൃത്യമായി ഒരു സ്വയം തൊഴിൽ തുടങ്ങി പിന്നെ അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു സർക്കാർ പണം ചെലവഴിക്കുന്നുണ്ട്, അത് ഇങ്ങോട്ട് പോകുന്നു എന്ന് അറിയുന്നില്ല. കൃത്യമായ ഒരു കൃത്യമായ രീതിയിൽ അത് നടപ്പിലാക്കുന്നില്ല. എല്ലാത്തിനും പദ്ധതികളുണ്ട്, പക്ഷെ ഒന്നും നടപ്പിലാക്കുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജയിലിനകത്ത് എല്ലാവിധ സൗകര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്നു. അപ്പം ഈ പറഞ്ഞു വന്നത്, ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ വരികയും ഈ ഷെറിന് പലഹാരങ്ങളും മധുരപലഹാരങ്ങളും ഒക്കെ കൂടെ കൊണ്ടുവന്ന് ജയിലിന് ഉള്ളിൽ നിന്ന് ഒരാൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റുമോ? ഏതെങ്കിലും നമ്മൾ ജയിലിനുള്ളിൽ ഒരാളെ കാണാൻ പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്തെല്ലാം ഫോർമാലിറ്റീസ് ഉണ്ട്? തീർച്ചയായും ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അതല്ലാതെ ഒരു ജയിലിനകത്ത് നിന്ന് വൈകുന്നേരം ഒക്കെ 6 മണിക്കൊക്കെ പുറത്തോട്ട് പോയി തിരിച്ച് ഒരു പിക്നിക്കിന് പോയി തിരിച്ചു വരുന്ന പോലെ തിരിച്ചു വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജയിൽ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ആരോപണം ഉയർന്ന ഈ ഉദ്യോഗസ്ഥനെതിരെ ഈ സർക്കാർ എന്തെങ്കിലും ഒരു നടപടി എടുത്തോ? അത് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഇവിടുത്തെ ഏതെങ്കിലും ഒരു സൈബർ സഖാക്കൾക്ക് മിണ്ടാനുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ വേറൊരു ചോദ്യം എന്ന് പറയുന്നത്, ഷെറിൻ്റെ കൂടെയുള്ള സഹതടവുകാരിയോട് ഷെറിൻ പല വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഈ ഷെറിൻ്റെ ചില ഇടപെടലുകളിൽ വലിയ പ്രയാസം തോന്നിയ ഈ ഇടപാടുകാരി ഈ പറയുന്ന ജയിൽ DIGക്കെതിരെ ഒരു പരാതി കൊടുത്തു. ആർക്കാണ് കൊടുത്തത്? ജയിൽ സൂപ്രണ്ടിനാണ് പരാതി കൊടുത്തത്. ജയിൽ DIGക്കെതിരെ സൂപ്രണ്ടിന് പരാതി കൊടുത്തപ്പോൾ സൂപ്രണ്ട് ചിരിച്ചുകൊണ്ട് നിന്നു എന്നാണ് പറഞ്ഞത്. അയാൾ എന്ത് ചെയ്യാനാണ്? ആ പരാതി എങ്ങോട്ടാണ് പോവുക? നമുക്കറിയാമല്ലോ, സാമാന്യ ബോധത്തിൽ നമുക്കറിയാം എങ്ങോട്ടാണ് ആ പരാതി. ജയിൽ DIG കാണാതെ ആ പരാതി എങ്ങോട്ടും പോകത്തില്ല. അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നു, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതിനുശേഷം ഷെറിൻ ഈ പറയുന്ന പോലെ പരോളിന് പോയി തിരിച്ചു വന്ന സമയത്ത് 2500 രൂപ വിലയുള്ള ഒരു പെന്ന് കൊണ്ടുവന്നിട്ട് ഈ സഹതടവുകാരിക്ക് കൊടുത്തിട്ട് ഇതെൻ്റെ സമ്മാനമാണ്, ഇത് വെക്കുക, പരാതി എഴുതുമ്പോൾ നല്ല വ്യക്തമായിട്ട് ഈ പെന്ന് കൊണ്ട് വ്യക്തമായിട്ട് എഴുതിയിട്ട് കൊടുക്കുക, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ കൊടുക്കണം എന്ന് പറഞ്ഞ താരപരിവേഷമുള്ള ആളായിരുന്നു ഷെറിൻ. ഈ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തൽ വന്നത് നമ്മുടെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ സുഹൃത്ത് തന്നെ പറഞ്ഞത്, ആ ജയിലിൻ്റെ ജയിൽ ഉദ്യോഗസ്ഥർ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നോക്കുമ്പോൾ തോർത്തുമുണ്ടിൽ നിന്ന് ആ ഒരു നൂല് പൊട്ടിച്ചിട്ട്
പുരികം പ്ലക്ക് ചെയ്യുന്ന ഷെറിനെയാണ് കണ്ടത്. പുരികം പ്ലക്ക് ചെയ്യുമ്പോൾ അവർ ചോദിച്ചു എന്തിനാണ് ഈ മാസത്തിൽ ഒരിക്കലെങ്ങാൻ അവിടെ ഈ ആളുകൾ വരുന്നുണ്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നോക്കാൻ വേണ്ടി, അത് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇവർക്കൊന്നും വൃത്തിയായിട്ട് ചെയ്യാൻ അറിയില്ല. അത് കൃത്യമായിട്ടാണ് ഷെറിനെ കൃത്യമായി ചെയ്യാൻ അറിയാം, അതുകൊണ്ട് അവർ ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. 500 ദിവസം പരോൾ കൊടുത്തു. ഏറ്റവും ഒടുവിൽ ഇത്രയും വിവാദങ്ങളായിട്ടും ഏറ്റവും ഒടുവിൽ ഇത് പരിഗണിച്ചു കൊണ്ടിരിക്കുകയും 14 ദിവസത്തെ പരോൾ അനുവദിച്ചു. അതും കഴിഞ്ഞ് ഇന്നലെയാണ് ഷെറിന് വളരെ അതീവ രഹസ്യമായി എല്ലാ ഈ ജയിൽ സുരക്ഷയോടുകൂടി ജയിലിലെ എല്ലാ കാര്യങ്ങളെല്ലാം ഈ കൃത്യമായി നടപടിക്രമങ്ങളുണ്ടല്ലോ അതെല്ലാം പാലിച്ചുകൊണ്ട് ഒരാൾക്ക് പോലും ഷെറിന്റെ ഏറ്റവും പുതിയൊരു ഫോട്ടോ കിട്ടിയിട്ടില്ല. എന്താണ് സംഭവിക്കുന്നത്? ആരാണ് ഇവർക്ക് പിൻബലമുള്ളത്? പാവപ്പെട്ടവന്റെ സർക്കാർ എന്ന് നായികയ്ക്ക് 40 വട്ടം പറയുകയും പാവപ്പെട്ടവനോടൊപ്പമാണ് സർക്കാർ എന്ന് പറയുകയും അതെ ചെറിനോടൊപ്പമാണ്, അത് സത്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇവിടുത്തെ സഖാക്കൾക്ക്, ഇവിടുത്തെ ഈ കാര്യങ്ങളെല്ലാം കാണുന്ന ആളുകൾക്ക് എവിടെയാണ് നാവ് എന്നത് കൂടി നമ്മൾ നോക്കണം. ഈ എല്ലാ കാര്യത്തിനും വന്ന് പറയുന്നവർ ആരെങ്കിലും ഇതിനെതിരെ പ്രതികരിച്ചോ? ആരും പ്രതികരിക്കില്ല. അതൊക്കെ വലിയ കഥകളാണ്. എന്തായാലും ഷെറിൻ്റെ ഭാവി ജീവിതം നല്ലതാവട്ടെ. കാര്യം ഇനിയും ഈ പറഞ്ഞതുപോലെ ജയിലിനകത്തിരുന്നു കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് പുറത്തു പോവുക തന്നെയാണ്. വെറുതെ അനാവശ്യമായി തീറ്റിപ്പോരേണ്ട ഒരു കാര്യവുമില്ല. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടി അല്ലെങ്കിൽ അവരെ മോചിപ്പിച്ച് കൊണ്ടുവരുന്നതിനെതിരെ സംസാരിക്കുന്ന ആളുകളുണ്ട്. അതൊരു തരത്തിൽ ശരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അപ്പോഴും നമ്മുടെ രാജ്യത്തും കൊലപാതകങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ സ്മൂത്തായി ഇറങ്ങി പോരാൻ കഴിയുന്ന നിയമവ്യവസ്ഥയാണ് ഉള്ളത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക.